ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്കൊരു അടിപൊളി ബിരിയാണി റെസിപ്പി നോക്കിയാൽ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലപ്പൊടി, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി സെറ്റാക്കാം. അതിന് നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം 30 മിനിറ്റ് നമുക്ക് കുതിരാൻ വെക്കുക. എന്നിട്ട് നമ്മൾ അരി വെള്ളം വരാൻ വേണ്ടി വെക്കണേ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് നെയ്യ് ഒഴിച്ചിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് 2 ഉള്ളി, വലിയ ഉള്ളി അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഏലക്കായ, പട്ട, പൂവ്, തക്കോലം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 ഉള്ളി അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായി റോസ്റ്റാക്കണം. റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് എരിവിന് പാകത്തിന് എടുത്ത് വെച്ചിട്ടുള്ള ഒരു 5-6 പച്ചമുളകുണ്ട്. അത് നമുക്ക് ചതച്ചിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചച്ചവ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി നമ്മൾ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. തക്കാളി വാടി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി നമ്മൾ പൊടിയല്ല ചേർക്കുന്നത്, നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മസാലയൊന്ന് പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വന്നാൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്ത ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലുള്ളതാണ് നമ്മളെ ബിരിയാണി കൈതേൻ്റെ ലീഫ്. അപ്പോൾ നമ്മൾ അത് ചേർത്ത് കൊടുക്കേണ്ടത്, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിടുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു 4 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചേർക്കുക. പുളി ഏറിപ്പോവാതെ ശ്രദ്ധിക്കുക. അത് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി തൈരും മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നാൽ നമ്മൾ അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കനിൽ നന്നായി മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മസാലയും ചിക്കനും നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ചേർത്തിട്ട് നമുക്ക് നന്നായി മസാലയും ചിക്കനും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് നല്ല ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ തീ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. നമ്മൾ തീ ശ്രദ്ധിക്കണം, വെള്ളം ഉള്ളതിനെ കൊണ്ട് തന്നെ അടി പിടിക്കത്തില്ല. പിന്നെ നമ്മൾ തുറന്ന് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം കുക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മേൽഭാഗവും കൂടി കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിക്കൻ എല്ലാതും പീസസൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാതും മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒന്ന് സെറ്റായി വരും. നമ്മൾ ഒന്നും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഒരു 4-5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളി വാട്ടിയിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് പട്ട, പൂവ്, ഏലക്കായ, തക്കോലം ഇവയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളെ കയ്യിലുള്ളതിനെ കൊണ്ട് ബിരിയാണി കൈതൻ്റെ ലീഫ് ചേർക്കേണ്ട, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിടും കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. 2 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം എന്നുള്ള പാകത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മളൊരു ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ച് കൊടുക്കേണ്ടത്, കുരുല്ലാതെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മളെ വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ അത് അരിയിൽ ജോയിൻ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ വെള്ളം നന്നായി വെട്ടി തെളിച്ചതിന് ശേഷം മാത്രം അരി ഇടുക. അരി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. നമുക്കിതൊരു 3/4 വേവിൽ അരി വെന്താലും എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. അതാ നമ്മൾ അരി ചോറൊരു 3/4 വേവിൽ വെന്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഒരു വിധത്തിൽ പാകത്തിൽ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രേവിയിൽ തന്നെ മസാല എടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള മല്ലിച്ചപ്പ്, പുതിന, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറ് അതിലേക്ക് തട്ടാവുന്നതാണ്. ചോറ് നന്നായി എല്ലാം തട്ടിയതിന് ശേഷം നമുക്ക് മേലെ ആവശ്യത്തിന് നെയ്യിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി, ഉള്ളി, ഈ ചേരുവകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഒരു അരമണിക്കൂർ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂർ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ.
അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ സൂപ്പർ ബിരിയാണിയാവും. നല്ല ടേസ്റ്റി ബിരിയാണി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബസ്മതി റൈസ് തന്നെ വെച്ച് കുക്ക് ചെയ്യാൻ നോക്കണം കേട്ടോ, എന്നാലേ നന്നാവുള്ളൂ. പിന്നെ ഇതാ നമ്മൾ ചിക്കനൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ